എല്ലാവർക്കും എൻ്റെ ചെടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീവിദ്യ, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 1ാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കാറ്റിനെ പ്രണയിച്ച ഒരു മനോഹരമായ പൂവിനെ കുറിച്ചാണ്. അതെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ മന്ദാരം. ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിലൊന്നാണ് മന്ദാരം. കാവ്യലോകത്ത് തൻ്റേതായ ഒരിടം കൈവരിച്ച പുഷ്പമാണ് മന്ദാരം. മന്ദാരത്തെക്കുറിച്ച് നിരവധി ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. മന്ദാരപ്പൂമോളി കാതിൽ തൈമാസം വന്നല്ലോ. തൈമാസം അഥവാ മകരമാസത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഈ പുഷ്പങ്ങൾ ഫാബിയേസിയ കുടുംബത്തിലെ ഒരു കുറ്റിച്ചെടിയാണ്. മന്ദാരത്തിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താനായിട്ടില്ല. എന്നാൽ മലേഷ്യ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലൊന്നാണെന്ന് അനുമാനിക്കപ്പെടുന്നു. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവയുടെ സൗന്ദര്യം നമ്മെ ആകർഷിക്കുന്നു. നമുക്കിനി മന്ദാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കാം. മന്ദാരത്തിൻ്റെ ശാസ്ത്രീയ നാമം ബൗഹീനിയ അക്യുമിനേറ്റ എന്നാണ്. മന്ദാരത്തെ സംസ്കൃതത്തിൽ കാഞ്ചനാര എന്നാണ് അറിയപ്പെടുന്നത്. ഗോവിതാര, ഗാന്ധാരി, ശോനപുഷ്പം, വലിയ മലയത്തി എന്നീ പ്രാദേശിക നാമങ്ങളിലും അറിയപ്പെടുന്നു. ആയുർവേദ ചികിത്സയിലെ മുഖ്യനാണ് മന്ദാരം. കുറ്റിച്ചെടിയായി വളരുന്ന മന്ദാരം 2 മുതൽ 3 മീറ്റർ വരെ ഉയരം വയ്ക്കും. പുരാണങ്ങളിലും മന്ദാരത്തിന് സ്ഥാനമുണ്ട്. ഭരതത്തിൻ്റെ രഥത്തിൻ്റെ കൊടിമരത്തിലെ ചിഹ്നം മന്ദാരപ്പൂവിൻ്റെ ചിഹ്നമായിട്ടാണ് വിശ്വസിക്കുന്നത്. ഹിന്ദു ആരാധനാലയങ്ങളിൽ മറ്റു പുഷ്പങ്ങളോടൊപ്പം മന്ദാരത്തിനും സ്ഥാനമുണ്ട്. കാളയുടെ കുളമ്പിന് സമാനമായ ആകൃതിയിലുള്ള ഇലകൾക്ക് 6 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളവും വീതിയും കണ്ടുവരുന്നു. 5 ഇതളുകളുള്ള പൂക്കൾക്ക് മധ്യേ മഞ്ഞ നിറത്തിലുള്ള അഗ്രഭാഗത്തോടു കൂടിയ കേസരങ്ങളും പച്ച നിറത്തിലുള്ള ജനിപുടവും കാണാം. പരാഗണത്തിന് ശേഷം ഉണ്ടാകുന്ന കായ്കൾക്ക് 7.5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളവും 1.5 മുതൽ 1.8 സെൻറ്റിമീറ്റർ വരെ വീതിയുമുണ്ട്. ഒരു അലങ്കാര സസ്യമെന്ന നിലയിൽ മന്ദാരം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം വളർത്തപ്പെടുന്നു. വിവിധ വർണ്ണങ്ങളിൽ മന്ദാരത്തിൻ്റെ പൂക്കൾ നമുക്ക് കാണാം. മഞ്ഞ മന്ദാരം, രക്തമന്ദാരം, വെള്ളമന്ദാരം. നമുക്ക് ചുറ്റും കൂടുതലായി കാണപ്പെടുന്നത് വെള്ളമന്ദാരമാണ്. വെള്ളമന്ദാരത്തിന് മറ്റ് മന്ദാരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സുഗന്ധമാണ്. വേനൽക്കാലത്ത് കൂടുതലായി വിരിയുന്നത് രക്തമന്ദാരമാണ്. 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഇവയുടെ ഫലത്തിനുള്ളിൽ 12 മുതൽ 16 വരെ വിത്തുകളുണ്ട്. ഇവയുടെ ഫലങ്ങൾ കൂടുതലും മഞ്ഞുകാലത്ത് അടരുകയും എന്നാൽ അടരാത്തവ അടുത്ത പൂക്കാലം വരെയും നിലനിൽക്കുകയും ചെയ്യുന്നു. രക്തമന്ദാരത്തിൻ്റെ ജന്മദേശം തെക്കേ ചൈനയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹോങ്കോങ് ഓർക്കിഡ്, ഹാവിയൻ ഓർക്കിഡ് എന്നീ പേരുകളിൽ രക്തമന്ദാരം അറിയപ്പെടുന്നു. സ്വർണ്ണ നിറത്തിലെ മഞ്ചമന്ദാരം അതീവ സുന്ദരിയാണ്. 4 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഇവ ആഫ്രിക്കൻ വംശജയാണ്. നിറയെ തേനും പൂമ്പൊടിയുമുള്ള പൂക്കൾ തേനീച്ചകളെയും കീടങ്ങളെയും ചെറുപക്ഷികളെയുമെല്ലാം ആകർഷിക്കുന്നു. ചിലയിനം ശലഭങ്ങളുടെയും പുഴുക്കളുടെയുമെല്ലാം ആഹാരം കൂടിയാണ് മഞ്ഞ മന്ദാരത്തിൻ്റെ ഇലകൾ. മഞ്ഞ മന്ദാരത്തിൻ്റെ വേര്, ഇല, പൂക്കൾ എല്ലാം വളരെയധികം ഔഷധ പ്രാധാന്യമുള്ളവയാണ്. പ്രകൃതിദത്തമായ നിരവധി ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ മന്ദാരം നിഷ്കളങ്കതയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. മന്ദാരത്തിൻ്റെ മൊട്ട് എണ്ണയും കാച്ചി തലയിൽ തേച്ചാൽ താരൻ ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും ശമനമുണ്ടാകും. വാതചികിത്സയ്ക്കും രക്തശുദ്ധീകരണത്തിനും പിത്ത നിവാരണത്തിനും മന്ദാരച്ചെടി വളരെയധികം ഉത്തമമാണ്. വയറു സംബന്ധമായ അസുഖങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു അത്ഭുത സസ്യമാണ് മന്ദാരം. ഇവയുടെ പൂവ് ലേഹ്യമായിട്ട് ഉപയോഗിച്ചാൽ ശരീരബലമുണ്ടാകുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുവാനും ജലദോഷം, ചുമ,
ആസ്മ എന്നീ അസുഖങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് മന്ദാരം. പല ചർമ്മരോഗങ്ങൾക്കുമെതിരെ ഉപയോഗിക്കുന്ന ഒറ്റമൂലികളിലെ പ്രധാനിയും കൂടിയാണ് മന്ദാരം. നമ്മുടെ ദൈനംദിന ഭക്ഷണ രീതികളിലും മന്ദാരത്തിന് സ്ഥാനമുണ്ട്. മഞ്ഞ മന്ദാരത്തിൻ്റെ ഇലകൾ തോരൻ വയ്ക്കാനും ഇവയുടെ പൂവ് ശീതളപാനീയമായും ഉപയോഗിച്ചു വരുന്നു. ആയുർവേദ ഗുളികയായ കാഞ്ചനാര ഗുഗ്ഗുലുവിലെ ഒരു പ്രധാന ചേരുവയാണ് കാഞ്ചനാര എന്നറിയപ്പെടുന്ന മന്ദാരം. ഗർഭാശയ സംബന്ധമായ സങ്കീർണതകൾ, തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾക്കുമെതിരെ കാഞ്ചനാര ഉപയോഗിച്ചു വരുന്നു. ഇവയെ പരിപാലിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇവയ്ക്ക് അധികം വളമോ വെള്ളമോ ആവശ്യമില്ല. ഇവയെ നമ്മുടെ വീട്ടുമുറ്റത്തെ തോട്ടങ്ങളിൽ നട്ടുവളർത്തിയാൽ ഔഷധ പരമ്പരയ്ക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിനും നല്ലൊരു പ്രയോജനമാണ് ഉണ്ടാകുന്നത്. നമ്മൾ അറിയാതെ പോയ പല അത്ഭുത ഗുണങ്ങളും മന്ദാരത്തിനുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവരും ഈ ഔഷധ സസ്യം നട്ടുവളർത്തുകയും എല്ലാ സസ്യങ്ങളെയും പരിപാലിക്കുകയും വേണം. അതിലൂടെ നാം വരും തലമുറയ്ക്ക് ഈ അറിവുകൾ പകർന്നു കൊടുക്കാം. മന്ദാരത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയ അറിവുകൾ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കളായ നിങ്ങളോടൊപ്പം പങ്കുവച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒരു പഴയ സിനിമാ ഗാനത്തോടു കൂടി ഈ എപ്പിസോഡിൻ്റെ അവതരണം അവസാനിക്കുന്നു. പുതിയൊരു ചെടിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സ്റ്റേ ട്യൂൺ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി.